ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയറിലേക്കുള്ള തിരക്കുകളൊക്കെയാണല്ലേ. നമ്മളും ന്യൂ ഇയറിലുള്ള തിരക്കുകളിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കേക്കാണ് കേട്ടോ. ന്യൂ ഇയർ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ന്യൂ ഇയറിന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ന്യൂ ഇയറിനൊരു മധുരമാവട്ടെ, എല്ലാവർക്കും നേരത്തെ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു കേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ കോഫി ബട്ടർ കേക്ക്. സാധാരണ നമ്മൾ ടീ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഐസിങ് ചെയ്തിട്ടും ഐസിങ് ചെയ്യാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. ഒരുപാട് ദിവസം പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോഫി ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്, വാനില എസൻസ്, പിന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മാറിപ്പോരുത്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡർ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അതുപോലെ തന്നെ നല്ല ചൂട് പാല് 1/2 കപ്പ്. ആദ്യം നമുക്ക് ഈ പാലിലേക്ക് നമ്മുടെ കോഫി പൗഡർ 1/2 കപ്പ് ചൂട് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ പാലിൻ്റെ ചൂട് കുറഞ്ഞിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് ആദ്യം ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ കേക്ക് ടിന്നും ഒന്ന് റെഡിയാക്കി വയ്ക്കുക. നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബട്ടറല്ല അപ്ലൈ ചെയ്യുന്നത്, മൈദയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മൈദപ്പൊടിയൊക്കെ തടവി റെഡിയാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും കോഫിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക, ചൂട് മാറണം. ഇനി നമ്മുടെ കേക്ക് മിക്സ് ചെയ്യുന്ന ബൗൾ എടുക്കുക. ഇതിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. 150 ഗ്രാമാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. ആദ്യം ബട്ടർ ഒന്ന് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയോ പൊടിക്കാത്ത പഞ്ചസാരയോ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയും മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഒരു മുട്ട ചേർത്തിട്ട് നമുക്ക് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു മുട്ട ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തു. വീണ്ടും അടുത്ത മുട്ട ചേർക്കാം. ഇങ്ങനെ ഓരോ മുട്ടയും ഓരോ മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചേർത്തിട്ട്. അങ്ങനെ ഞാൻ 3 മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ നമ്മുടെ മുട്ടയും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മതി വാനില എസൻസ്. മുട്ട ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യരുത്, 1 മിനിറ്റിൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത് കേട്ടോ. വാനില എസൻസ് ചേർത്തിട്ട് നമ്മളൊരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ല, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉറക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാനില എസൻസും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പാറ്റില യൂസ് ചെയ്തിട്ടോ മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു സ്പാറ്റിലയാണ് എടുത്തിട്ടുള്ളത്. ഈ സ്പാറ്റില യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഉണ്ടല്ലോ, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കുക. ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, ഉത്സവത്തിൻ്റെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിന് കോപ്പി റൈറ്റ് വരും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ചെയ്യാം. ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തത് കൊണ്ടാണ് പഞ്ചസാര പൊടിക്കാതെ ചേർത്തത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു എനിക്ക് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ചെയ്യാണ് ഏറ്റവും ഈസി. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് മൈദപ്പൊടി ചേർക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് മൈദപ്പൊടിയും കോഫി മിക്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കോഫി മിക്സ് ചേർക്കുകയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ഒരു മിക്സ് മാറ്റാം.
ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ വരുന്ന കേക്കാണ് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, റൗണ്ട് ആവാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കാണ് ഈ ഒരു കേക്ക് മിക്സ് വരുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ടുള്ള കേക്ക് മിക്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാം. ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഈ ഒരു സ്പാറ്റിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉള്ളത്. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കില്ല. ഇനി നമുക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് ടിൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. 30 മുതൽ 35 മിനിറ്റ് വരെ നമ്മുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ടൈം എടുക്കും കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. ഞാനിപ്പോൾ 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ചിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുക്കായി കഴിയുമ്പോൾ ഒരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് നടുഭാഗത്ത് തന്നെ ഒന്ന് കുത്തി നോക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ബാറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായി എന്നാണ്. അപ്പോൾ നമുക്കിനി കേക്ക് കുക്കായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ കുക്കായിട്ടുണ്ട്. ഇതുപോലൊരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് നമ്മൾ നടുഭാഗത്ത് കുത്തിയിട്ട് കയ്യിൽ ഇതുപോലെ തടവി നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒട്ടും തന്നെ നമ്മുടെ ബാറ്റർ കയ്യിലാവുന്നില്ല. അപ്പോൾ കേക്ക് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്യുന്നില്ല കേട്ടോ, നല്ല ചൂടാണ്, ഓവനിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചൂടൊന്ന് മാറിയിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം, ഐസിങ് ചെയ്ത് കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ന്യൂ ഇയറിന് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൊന്നൊന്നുമില്ല. ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂ ഇയറിന് എല്ലാവരും നേരത്തെ തന്നെ ഉണ്ടാക്കി എല്ലാവരും ഒരു കോഫി ബട്ടർ ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.